നേരെ സ്ലിപ്പ് ചെയ്ത് പോയി കായലിൽ വീഴേണ്ടതായിരുന്നു. എന്നാൽ ABS ട്രാക്ഷൻ കൺട്രോളും കൂടെ ചേർന്ന് രക്ഷിച്ചു. ഇതാണ് വക്കം എന്ന ഗ്രാമത്തിലേക്ക് കടക്കാനുള്ള ആദ്യത്തെ വാതായനം. ഇതുപോലെ ഇനിയും വഴികളുണ്ട്, അത് നമുക്ക് ലേറ്റർ ഓൺ ഡിസ്കസ് ചെയ്യാം. കായലിന്റെ വക്കിലായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഈ ഗ്രാമത്തിന് വക്കം എന്ന പേര് കിട്ടിയെന്നുള്ളത് വക്കത്ത് ജനിച്ച് വളർന്നിട്ട് ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. ഇതുപോലെ ഇടവഴികൾ കൊണ്ട് സമൃദ്ധമാണ് വക്കം. കായലിന്റെ വക്കിലായിട്ടുള്ള ഗ്രാമമായതുകൊണ്ട് തന്നെ ഈ ഇടവഴികളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഒരു കായൽ തീരത്തായിരിക്കും. കുട്ടിക്കാലം മുതൽ എൻ്റെ ഒരു ശീലമാണ് ഇതുപോലെ അവസരം കിട്ടുമ്പോഴൊക്കെ ഈ കായൽ തീരങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. അതിലെന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്പോട്ട്. പഴയ നൊസ്റ്റാൾജിയുടെ ഓർമ്മയൊക്കെ വെച്ച് വണ്ടി നല്ല സ്പീഡിൽ അങ്ങ് ഓടിച്ച് ചെന്നു. എന്നാൽ വഴി നല്ല മടിയായിരുന്നു. ട്രാക്ഷൻ കൺട്രോളും ABS ഒക്കെ വെച്ച് ഒരു പരിധിയിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. പഴയ പോലെ സൈക്കിളിൽ ഈ ഒരു അഭ്യാസം കാണിച്ചിരുന്നെങ്കിൽ നേരെ വെള്ളത്തിൽ കിടന്നനെ ഞാനും മോനും. ഇവിടെ വന്ന് ഈ കായൽ തീരമൊക്കെ കാണാൻ നല്ല മനോഹരമായിരുന്നു. പണ്ട് കുറച്ചും കൂടി ഭംഗിയായിരുന്നു. ഇന്നിപ്പോൾ ഇത് റെയിൽവേ അക്യൂർ ചെയ്തിരിക്കുന്ന സ്ഥലമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എപ്പോഴോ വെള്ളം കയറിയപ്പോൾ കുറച്ച് വൃക്ഷങ്ങളൊക്കെ അപ്രൂട്ട് ചെയ്തെങ്കിലും ഈ ഒരു മുട്ടനാൽ ഇന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഇവിടെ. എന്നെപ്പോലെ തന്നെ കായൽ തീരങ്ങളിൽ താമസിക്കുന്ന എന്നാൽ കായലിന്റെ മനോഹാരിത ഇഷ്ടപ്പെടുന്ന നിരവധി പേരുണ്ടാവും. നമുക്കൊരു ലൈക്ക് മൈൻഡഡ് സർവേ നടത്തി നോക്കാം. കായൽ തീരത്ത് താമസിച്ച് കായൽ തീരം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേക്കുക കമൻ്റായിട്ട്. അതുപോലെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള കടവിൻ്റെ ഫോട്ടോ ഇതിൻ്റെ താഴെ കമൻ്റായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യുക. എന്തായാലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഓണമായിട്ട് കുറച്ച് പലഹാരങ്ങൾ കൂടി വാങ്ങണം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളുകളായിട്ട് വിശ്വസിച്ച് വെളിച്ചെണ്ണ വാങ്ങുന്ന ഒരു മില്ലാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഫേസ്ബുക്കിൽ ഇവരുടെ ഒരു ഓണപ്പലഹാരങ്ങളുടെ ക്യാമ്പയിൻ കണ്ടായിരുന്നു. ഈ ഐസ്ക്രീം ഷോപ്പിലൊക്കെ തരുന്ന കണക്ക് സാമ്പിൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാനൊക്കെ തന്നിരുന്നു. ഇപ്പോൾ ഈ ചിപ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ പഴുത്ത നേന്ത്രക്കായ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു മധുരവും ഉപ്പുരസവും എല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷൻ അതൊരു പ്രത്യേക വൈബാണ്. പിന്നെ ഈ സാധനം കണ്ടിട്ട് അത്യാവശ്യം സ്പൈസി ആയിട്ട് തോന്നി. മേ ബി വെള്ളം അടിക്കാർക്കുള്ളതായിരിക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. എന്തായാലും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ബൾക്ക് ഓർഡറായിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഓണപ്പലഹാരങ്ങളൊക്കെ വിദേശത്തുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒരു ഓർഡർ അനുസരിച്ച് ചെയ്തു തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു കടവ് എക്സ്പ്ലോർ ചെയ്യാം.